தலைவர நீங்களா? വണക്കം തലൈവാ. എല്ലാരും ബിയർ അടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഇവളാള് കൊള്ളാമല്ലോ. ഞാൻ കുറെ ദിവസമായിട്ട് ഞാൻ ലിക്കറൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുടിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ്. ആരോഗ്യത്തിന് കൊള്ളൂല, അതൊന്നും കുടിക്കാൻ പാടൂല. ഞാൻ ഇടയ്ക്കൊക്കെ കുടിക്കാറുണ്ട് കേട്ടോ. സാറ് മദ്യപാനം കുടിക്കോ? വല്ലപ്പോഴും. പലപ്പോഴും അല്ല, വല്ലപ്പോഴും. നമ്മളെ നാട്ടിൽ എന്തോരം ബീച്ചസ് ഉണ്ടെന്നറിയോ? പക്ഷെ മിക്ക ബീച്ചസും ഒരുപാട് ക്ലീൻ അല്ല കേട്ടോ. ഇതുപോലെ ഇവിടെ നോക്ക്, ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയാ, പ്ലെയിൻ ആയിട്ടുള്ള എന്തോ ഒരു സ്ഥലം പോലെ, ഒരു പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല. എത്ര ക്ലിയറാ. അവിടേക്ക് അങ്ങനത്തെ നിയമമുള്ളതുകൊണ്ടാണ് അത് ക്ലീൻ ആയി നിൽക്കുന്നത്. സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം. ഞാൻ ആലോചിക്കുക, അവരൊക്കെ അവിടെ ബിക്കിനി ഇട്ടിട്ടാണ് നിൽക്കുന്നത്. അതാ നിന്റെ വിഷമം. നമ്മുടെ നാട്ടിൽ നിൽക്കുവാണെങ്കിൽ ആളുകൾ നോക്കി കണ്ണുകൊണ്ട് ബുദ്ധിമുട്ടിക്കും, കണ്ണുകൊണ്ടും കൈകൊണ്ടും ഒക്കെ ബുദ്ധിമുട്ടിക്കും. അങ്ങനെ പറയരുത്, എല്ലാവരും അങ്ങനെ കാണരുത്. എല്ലാവരും അത്രക്കാരല്ല. ഈ സർപ്പത്തിൽ തന്നെയില്ലേ വിഷമുള്ളതും വിഷമില്ലാത്തതും ഒക്കെ. ബിക്കിനി ഉണ്ടാകുന്നപ്പോ എന്തും നിർബന്ധം ബിക്കിനി ഇടാതെ ബീച്ച് പോയി കൂടെ. പക്ഷെ ഇവിടെ നോക്ക്, ഇവിടെ അവർക്ക് ആ ഒരു ഫ്രീഡം ഉണ്ട്. അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം. ഇവിടെ എല്ലാം ഡീസന്റ് അല്ലേ സാറേ? നമ്മളൊക്കെ തറവാട്ടി പറഞ്ഞല്ലേ. എനിക്കും ഇഷ്ടമുള്ള ഡ്രസ്സ് ഞാൻ ഇടാറുണ്ട്, ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ വരുന്ന സമയത്ത് മാത്രം. സത്യം. ഇപ്പൊ കേരളത്തിൽ എനിക്ക് ഇതുപോലെ ഇടാൻ പറ്റുമോ? ഇല്ല. ബിക്കിനി ഇടാൻ പറ്റുമോ? ആ പെൺകുട്ടിയൊക്കെ ഇട്ട പോലത്തെ ബിക്കിനി ഡ്രസ്സ് നാട്ടിലിടാൻ പറ്റുമോ? ഇല്ല. നമ്മളെയാണല്ലോ മച്ചമ്പി. ഇപ്പൊ ആൾക്കാർ പറയും നാട്ടിലെ ആൾക്കാർ എന്താ കൾച്ചറാണ്, അതാണ്. ശരിക്കും പറഞ്ഞ ബീച്ചിൽ എന്താണ് കൾച്ചർ? ബീച്ചിന്റെ കൾച്ചർ എന്ന് പറയുന്നത് ബിക്കിനിയാണ്. പക്ഷെ നമുക്ക് ചൂടായാലും തണുപ്പാണെങ്കിലും ഒക്കെ ഒരേ കൾച്ചറുള്ളൂ. നമുക്ക് പിന്നെ വിന്റർ ഇല്ല ഓൾറെഡി. അതൊക്കെ അവിടെ ഇവിടെ വന്ന് എന്റെ കുട്ടികൾ എടുക്കാക്കണ്ട. ലൈഫ് എൻജോയ് ചെയ്യുന്നു. നോക്ക്, വീക്കെൻഡ് ആയിട്ട് കണ്ടോ, ഇതെല്ലാം ലോക്കൽ ആൾക്കാരാണ്. അവരെത്ര അടിച്ചു വിളിക്കുന്നത് കണ്ടോ. അതായത് ഉത്തമ മനസ്സിലായി. കള്ളു കുടിക്കുന്ന മാത്രം എൻജോയ്മെന്റ് ഞാൻ പറയില്ല. കള്ളു കുടിക്കാത്തവരായിരിക്കും അതിൽ മിക്ക ആൾക്കാരും ഉണ്ടാവും. മാത്രമല്ല പുകവലി, മുറുക്ക്, അങ്ങനെ യാതൊരു ദുശീലങ്ങളും ഇല്ല. അല്ലാതെ തന്നെ ഡാൻസ് കളിച്ച് പാട്ട് പാടി അവരെല്ലാരും അവരുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്കതാണ്, നമ്മളെല്ലാം ആൾക്കാർ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ നടക്കാന്നല്ലാണ്ട് ആരും ലൈഫ് എൻജോയ് ചെയ്യുന്നൊന്നും ഇല്ല കേട്ടോ. ആര് പറഞ്ഞു എൻജോയ് ചെയ്യില്ലെന്ന്? നിന്നോട് ആര് പറഞ്ഞു ഈ വിട്ടിത്തം? ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ബോബി എങ്ങോട്ടാ? ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരാം. പോട്ടെ, അമ്പി പോനെ പോട്ടറ. അറിയൊന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ.